വ്ളോഗിലേക്ക് സ്വാഗതം. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എന്തിട്ടാന്ന് മനസ്സിലായ ഇത് എൻ്റെ ചെറുപ്പകാലം തുടങ്ങിയുള്ള ഒരു ഫാൻറ്റസി അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹമാണിത്. അതായത് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ സ്കൂളുകളൊക്കെ ജലചക്രം പഠിച്ചിട്ടുണ്ടാവും. അതായത് പാടത്ത് പണ്ട് വെള്ളം തേവാനായിട്ട്, അതായത് കാലുകൊണ്ട് ചവിട്ടി വെള്ളം തേവാനായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു മെത്തേഡാണ് ഈ കാണുന്നത് ജലചക്രം എന്ന് പറയുന്നത്. അന്ന് നമ്മളത് പഠിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്തയായിരുന്നു, അതായത് ആ ഒരു ജലചക്രം തന്നെ വെച്ചിട്ട് നമുക്കൊരു വഞ്ചി ഓടിച്ച് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ലെന്ന്. അപ്പോൾ എൻ്റെ കുഞ്ഞു ചെറുപ്പത്തിലെ ഒരു ആഗ്രഹം ഞാൻ പിന്നീട് അത് വിട്ടുപോയി. എന്താ പറയുക, നമ്മൾ വളർന്നു വരുമ്പോൾ കുറേ വേറെ ടെൻഷനുകൾ കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് മറന്നൊക്കെ പോകും. പക്ഷേ എന്താ പറയുക, പിന്നീട് പിൽക്കാലത്ത് നമുക്കതിങ്ങനെ ഓർമ്മയിലേക്ക് വന്നു തുടങ്ങി. അതായത് അന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, എന്നെങ്കിലും അത് ചെയ്യണ്ടേ എന്നുള്ളത്. അങ്ങനെ വെച്ചിരുന്ന വർഷങ്ങളായി. അവസാനം എൻ്റെ ഉള്ളിലെ ആഗ്രഹം അങ്ങോട്ട് പൂവണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്ന ആഗ്രഹമായിട്ട് തന്നെ പോവുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ സാധാരണ ഒരു വഞ്ചീനെ നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഒരു വഞ്ചിയാക്കിയിട്ട് നമ്മൾ കയറി അതിൽ പോവാനുള്ള പ്ലാനാണ് നമ്മളിന്ന് സെറ്റാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതേ നോക്കി, ഇതിൽ കാണുന്ന ഞാൻ ഇനി ഈ വഞ്ചിയിൽ കയറി ഈ ചക്രം വെച്ച് കറങ്ങി പോകാനുള്ള പരിപാടിയാണ്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. പക്ഷേ സക്സസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെൻ്റെ ഒരു എന്താ പറയുക, ഒരു ആത്മപ്രചോദനമായിരിക്കും. പണ്ട് കാലത്ത് നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യം എന്താ പറയുക, ഉള്ളിൽ നിന്ന് അത് പുറത്തേക്ക് ഒരു റിസൾട്ടായിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം. അപ്പോൾ അധികം പറഞ്ഞു നീട്ടുന്നില്ല. എൻ്റെ കുറേ കാലത്തെ സ്വപ്നങ്ങളെ ഞാൻ ഇന്ന് ഒരു എന്താ പറയുക, വർക്കിംഗ് മോഡലാക്കി മാറ്റാനുള്ളൊരു പണി തുടങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ എന്തായാലും ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് പോരട്ടെ അല്ലേ. അപ്പോൾ നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ. അങ്ങനത്തെ നമ്മുടെ വഞ്ചി തപ്പി വന്നപ്പോൾ വഞ്ചിയുടെ അവസ്ഥ ഇതാണ്. മൊത്തം വെള്ളം കയറി കിടക്കാണ്. അപ്പോൾ ഇത് മൊത്തം നമുക്ക് കോരി കളയണേ. നമ്മുടെ മഴ വരുമ്പോൾ വെള്ളം കയറുന്ന കേട്ടാ. അപ്പോൾ നമ്മളിങ്ങനെ മൊത്തം വെള്ളം പുറത്തേക്ക് ബക്കറ്റ് വെച്ച് തന്നെ കോരി കളയണേ. കുറേ നാളായിട്ട് നമ്മുടെ വഞ്ചി വെള്ളത്തിൽ കിടന്നിട്ട് പൂപ്പൽ പിടിച്ചിരിക്കുകയാണ്. മൊത്തത്തിലൊന്ന് ഉരച്ച് കഴുകിയെടുക്കുക. അങ്ങനത്തെ മാക്സിമം കുട്ടപ്പനാക്കാൻ നോക്കി നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മുടെ വഞ്ചിയിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി കാണുന്ന വഞ്ചിയിലേക്കാണ് നമ്മൾ യന്ത്രം സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു കാര്യം നമ്മൾ മറന്നുപോയി, വഞ്ചിയുടെ മെഷർമെന്റ് എടുത്തിട്ട് വേണം നമുക്ക് എഞ്ചിന്റെ ഫ്രെയിം സെറ്റ് ചെയ്യാൻ. അങ്ങനത്തെ നമ്മുടെ ടേപ്പ് വെച്ചുള്ള മെഷർമെന്റ് എടുക്കൽ പരിപാടി തുടങ്ങിയേക്കാണ്. അപ്പോൾ നമ്മുടെ വഞ്ചിയുടെ ഫുൾ മെഷർമെന്റ് നമ്മൾ എടുക്കുന്നുണ്ട്. കാരണം വഞ്ചിക്ക് അധികം കേടുപാടുകൾ വരാത്ത രീതിയിൽ ഫ്രെയിം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ട യന്ത്രഭാഗങ്ങൾ എടുക്കാനായിട്ട് വന്നേക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മോട്ടറിന്റെ സെക്ഷൻ നല്ലൊരു മോട്ടർ നോക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ 750 വാട്ട്സിന്റെ മോട്ടറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ മോട്ടറിന്റെ കൺട്രോളർ ആണ് ഇത്. ഇത്തിരി ഹെവി ഡ്യൂട്ടി വരുമ്പോഴാണ്, പക്ഷെ നമുക്കിപ്പോൾ ഈ ഒരു കൺട്രോളർ മതി. അപ്പോൾ നമ്മുടെ ത്രോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ത്രോട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ മോട്ടർ 48 ആയതുകൊണ്ട് തന്നെ നമ്മളിത് വലിയൊരു ബാറ്ററി പാക്ക് എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മോട്ടർ, അതുപോലെ തന്നെ ബാറ്ററി, കൺട്രോളർ, ത്രോട്ടിൽ ഇത്ര സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഇത് നമുക്കൊരു ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ട വഞ്ചിമേക്ക് വെക്കാൻ പാകത്തിനുള്ള ഒരു ഫ്രെയിം നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിലേക്ക് നമ്മൾ വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മോട്ടറും അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി സാധനങ്ങൾ ഇതൊക്കെ ഈ ഒരു ഫ്രെയിമിൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു 10 mm ഷാഫ്റ്റും നമ്മൾ നമ്മുടെ ബൈക്കിൻ്റെ ഒക്കെ സ്പ്രോക്കറ്റ് ഇല്ലേ, അത് നടുക്ക് വെച്ചിട്ട് വെൽഡ് ചെയ്തെടുത്തേക്കാണ്. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ഫ്രെയിമും ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 സൈഡിലേക്കും ബെയറിംഗ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഈ കാണുന്ന ബെയറിംഗ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന ബെയറിംഗ് നേരെ 2 സൈഡിൽ നമ്മൾ കയറ്റി കൊടുക്കാം കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. അപ്പോൾ ഇനി നമ്മൾ ഇത് ഫ്രെയിമും വെച്ച് നേരെ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാൻ പോവാണ്. ടൈറ്റ് ആക്കി അടിക്കുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. ഇത് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നടക്കില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ ചെയിൻ എടുത്ത് നേരെ നമ്മുടെ ഷാഫ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാനുണ്ട്. നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെക്കാൻ പറ്റില്ല, അതാണ്. അപ്പോൾ നമ്മുടെ ബെയറിങ്ങിനെ കൂട്ടി നേരെ നമ്മൾ നട്ടും ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്യാൻ പോവാണേ. ഇടയിലൊരു വാഷർ ഇട്ട് കൊടുക്കുക, നേരെ ടൈറ്റ് ചെയ്യാം. ഇനി ഇത് ഇട്ട നട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനത്തെ നമ്മുടെ 2 സൈഡിലും നമ്മൾ ടൈറ്റ് ചെയ്തത് കണ്ട. ഇപ്പൊ നല്ല ഫ്രീ ആയിട്ട് കറങ്ങാവുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ മോട്ടർ വെക്കാനുള്ള നേരായിക്കാണ്. നമ്മുടെ മോട്ടർ എടുത്ത് നേരെ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷാഫ്റ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ വെക്കുന്നു. ഇനി ഇതേ നമ്മുടെ മോട്ടറും ഇതേപോലെ തന്നെ നട്ട് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യണേ. ഇനി ഈ നട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കാട്ടോ. നമ്മുടെ മോട്ടറിൻ്റെ 4 നട്ട് ഇട്ടാണ് നമ്മളിത് ടൈറ്റ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മോട്ടറായിട്ട് സെറ്റ് ചെയ്ത ഈ കാണുന്ന ഈ ഒരു മെക്കാനിസം കറക്റ്റായിട്ട് വർക്ക് ചെയ്യേണ്ടത് നമുക്ക് അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന കൺട്രോളറും അതുപോലെ തന്നെ ബാറ്ററിയും ത്രോട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാൻ പോവാണ്. നമ്മുടെ ത്രോട്ട് കൺട്രോളറിലേക്ക് നേരെ നമ്മൾ കൊടുത്തു വെച്ചിട്ടുണ്ട് നേരത്തെ. ഇനിയിപ്പോൾ ഇതേ നമ്മുടെ ബാറ്ററി നമ്മൾ കണക്ട് ചെയ്തു.
അപ്പോൾ ഇനി നമ്മൾ ത്രോട്ട് കൊടുത്ത് നോക്കാൻ പോവാണ് സംഭവം വർക്ക് ചെയ്യുമെന്ന് അറിയാനായിട്ട്. ഇതേ കൊടുക്കാണേ. അടിപൊളി മക്കളെ. അപ്പോൾ ഇതേ നമ്മുടെ മെക്കാനിസം കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. നമ്മൾ ത്രോട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ 2 സൈഡിലേക്കുള്ള ട്രാൻസ്മിഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കി പണികൾ നോക്കാം നമുക്ക്. അപ്പോൾ ഇനി നമ്മുടെ ജലചക്രം ഉണ്ടാക്കാനുള്ള പരിപാടികൾ നോക്കാം കേട്ടോ നമ്മള്. അപ്പോൾ പണി തുടങ്ങാണേ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സർക്കിൾ വരച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളുടെ ജിക്സോ വെച്ച് നമ്മൾ കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്ലൈവുഡിൽ 2 റിങ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. റിങ്ങല്ല, വട്ടങ്ങൾ. ഇനി ഇതിലേക്കുള്ള പങ്കായ കാലുകൾ നമുക്ക് സെറ്റ് ചെയ്യണം. ഏകദേശം ഒരു 8 പങ്കായ കാല് വെച്ചാണ് നമ്മൾ ഓരോന്നിൽ വരുന്നത്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലൈവുഡിൽ നിന്ന് തന്നെ നമ്മൾ പങ്കായ കാലുകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഏകദേശം ഒരെണ്ണത്തിൽ 8 കാല് വരുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു റൗണ്ടിലേക്ക് അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഈക്വൽ ആയിട്ട് നമ്മൾ ഇതിനെ ഭാഗിച്ചെടുത്തിട്ട് ഇതിൻ്റെ നടുക്ക് നമ്മളിത് ഷാഫ്റ്റ് കയറാൻ പാത്രം ഒരു ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പങ്കയുടെ കാലുകൾ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്കിതേ കണ്ട ഈ റൗണ്ടിൽ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് പിടിപ്പിക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്ക്രൂകളൊക്കെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ നമുക്ക് വേണ്ട സാധനം ജംഗമ വസ്തുക്കൾ ആപാടപ്പെട്ടിയിൽ നിന്നും നമുക്ക് എടുക്കട്ടെ. അപ്പോൾ ഈ കാണുന്ന എല്ല് പോലെ ഇരിക്കുന്ന ഈ സുനാപ്പിളില്ലേ, ഇത് വെച്ചാണ് നമ്മൾ സ്ക്രൂ ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ഈ കണ്ട ഈ കാണുന്ന ഡ്രൈവ് വാൾ സ്ക്രൂ വെച്ചാണ് നമ്മളിതൊക്കെ സ്ക്രൂ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ക്രൂയിങ് പരിപാടി തുടങ്ങിയാലോ. നേരെ പലക വെച്ചു, നമ്മുടെ എല്ല് വെച്ചു, എന്നിട്ട് ഡ്രൈവ് വാൾ വെച്ച് പടപടാന്ന് അടിച്ചു കൊടുക്കുകയാണ് നമ്മൾ. അപ്പം പിന്നെ പടപടാന്ന് തന്നെ നമ്മുടെ പണി തീർക്കാൻ കേട്ടോ. നമ്മൾ ലാഗാക്കുന്നില്ല. അങ്ങനെ നമ്മുടെ കാലുകൾ 8 എണ്ണവും സെറ്റാക്കി വെച്ചു. ഇനി ഇതിനൊന്ന് കവർ ചെയ്ത് നമുക്കത് സ്ക്രൂ ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ നോക്ക് മക്കളെ, നമ്മളുടെ ഫ്ലൈവുഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത 2 ജലചക്രങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ജലചക്രങ്ങളാണ് ഇനി നമ്മുടെ വഞ്ചിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ വഞ്ചിനെ ഇങ്ങനെ മൂവ് ചെയ്യിക്കാനുള്ള 2 ചക്രങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ അതെ പെയിന്റ് അടി പരിപാടി ഉണ്ടാ, മൊത്തത്തിലൊന്ന് കളറാക്കാന്ന് വിചാരിച്ച്. നമ്മുടെ പങ്കയ്ക്ക് ഒരു ചുമപ്പ കളറുണ്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. മഞ്ഞയും ചുവപ്പ് വെറൈറ്റി കളറല്ലേ. അങ്ങനെ നമ്മുടെ പെയിന്റ് അടിയൊക്കെ കഴിഞ്ഞ് ജലചക്രത്തിലേക്ക് ഇടാനുള്ള ഒരു ഇരുമ്പിന്റെ അറ്റാച്ച്മെന്റ് ആണ് ഇത്. അതായത് ഈ കാണുന്ന അറ്റാച്ച്മെന്റ് വഴിയാണ് നമ്മുടെ ഷാഫ്റ്റിലേക്ക്, മോട്ടോർ ഷാഫ്റ്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. സെൽഫ് സ്ക്രൂ വെച്ചാണ് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളുടെ ചക്രത്തുമ്മയ്ക്കുള്ള അറ്റാച്ച്മെന്റുകളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇവരെ നേരെ എടുത്തിട്ട് നമ്മളിത് ഇവിടെ ബാറ്ററിയും അതുപോലെ തന്നെ നമ്മുടെ മോട്ടറൊക്കെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഷാഫ്റ്റിലേക്ക് നമ്മൾ കയറ്റാൻ പോവാണ് കേട്ടോ. അപ്പോൾ നേരെ പൊക്കുന്നു, എടുത്ത് കയറ്റുന്നു. അങ്ങനെ നമ്മളുടെ 2 ജലചക്രവും നമ്മൾ സെറ്റ് ചെയ്തു കിട്ടാം. ഇനിയിപ്പോൾ ഇത് കീയിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഈ കാണുന്ന ഷാഫ്റ്റും നമ്മളുടെ ഈ ജലചക്രത്തിൻ്റെ ഈ ഒരു പോർഷനുമായിട്ട് നമുക്ക് കണ്ട ഇവിടെ ഹോൾ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിത് ഒരു നട്ട് ബോൾട്ട് ഇട്ടിട്ട് കീ ഇട്ടത് ടൈറ്റ് ചെയ്യാൻ പോകാനുള്ള പരിപാടിയാണ്. നട്ടിട്ടത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇനി നമ്മുടെ ജലചക്രം നമുക്കൊന്ന് കറക്കി നോക്കിയാലോ. അപ്പോൾ നമ്മൾ ത്രോട്ടിൽ തിരിച്ചു കൊടുക്കുമ്പോൾ എന്താവും നോക്കാട്ടെ. റെഡി, അടിപൊളി. നമ്മളൊരു തൊണ്ട് ത്രോട്ടിൽ കൊടുത്തിട്ടുള്ളൂ കേട്ടാ. ഓ നോക്കിയേ, നമ്മള് ചെറുതായിട്ട് ത്രോട്ടിൽ കൊടുത്തപ്പോഴേക്കും നിന്ന് കറങ്ങണ എങ്ങനെയാന്ന് നോക്കിയേ. നല്ല കാറ്റാട്ടോ ഇവിടെ, കണ്ട സൂപ്പറായിട്ട് കറങ്ങുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മളുടെ മെക്കാനിസം ഒക്കെ അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട്. നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ സൂപ്പറായിട്ട് നമ്മളുടെ ജലചക്രം 2ഉം കറങ്ങുന്നുണ്ട്. അപ്പം ഇനി എന്തായാലും ഇവിടുത്തെ പണികളൊക്കെ ഒരു ഒതുങ്ങിയിട്ടാ. ഇനി നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് ഈ ഒരു സംഭവം നമ്മുടെ വഞ്ചിയിൽ സെറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. അങ്ങനെ ഇനി നമ്മളുടെ വഞ്ചിയിലേക്ക് ഫുള്ള് യന്ത്രഭാഗങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. മോട്ടോർ ഫ്രെയിം നമ്മൾ ഈ കാണുന്ന സ്ക്രൂ വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വഞ്ചിയുമേക്ക് ഇത് ചേർത്ത് സ്ക്രൂ ചെയ്ത് കൊടുക്കുകയാണേ. നമ്മളിത് കഴിഞ്ഞിട്ട് കേബിൾ ടൈ ഇട്ട് ടൈറ്റ് ചെയ്യണ്ട. മൊത്തത്തിൽ സേഫ്റ്റി നമുക്ക് വേണേ, അല്ലെങ്കിൽ എഞ്ചിൻ ചിലപ്പോൾ വെള്ളത്തിൽ കിടക്കും. ബോട്ടിൻ്റെ എഞ്ചിൻ സെക്ഷനൊക്കെ നമ്മൾ കഴിഞ്ഞില്ലേ. ഇനിയിപ്പോൾ നമുക്ക് ബോട്ട് വളയ്ക്കാനും അതുപോലെ തന്നെ ബോട്ടിൻ്റെ ഹാൻഡിൽ സെക്ഷൻ ത്രോട്ടൊക്കെ കണക്ട് ചെയ്യാനുള്ള ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്. വീഡിയോയുടെ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടി പട്ടപ്പെട്ടാണ് നമ്മൾ തീർത്ത് അവസാനം ഞാൻ പറഞ്ഞു തരട്ടെ എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത് ഹാൻഡിൽ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വഞ്ചിമയ്ക്ക് സെറ്റ് ചെയ്യാനുള്ള ഹാൻഡിലിൻ്റെ പോർഷനാണ് ഈ കാണുന്നത്.
ഹാൻഡിൽ സെക്ഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ റഡർ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വരുന്നതാണ് നമ്മുടെ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു പ്ലേറ്റ്. അത് വെച്ച് നമ്മൾ ഈ ഒരു കമ്പിയിലേക്ക് വെൽഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ വെക്കാൻ പോകുന്നത് നമ്മുടെ വഞ്ചി വളയ്ക്കാനും തിരിക്കാനൊക്കെ നമുക്ക് ബാക്കിലേക്ക് ഒരു റഡർ വേണം. അപ്പോൾ അത് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഫ്രെയിമാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നേരെ ഈ ഫ്രെയിമിലേക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ ഈ വഞ്ചിമ അടിക്കാൻ പോകുന്നത്. അപ്പോൾ ദേ ഈ കാണുന്ന വാല് വെച്ചിട്ടുണ്ട് നമ്മൾ വെള്ളത്തിൽ നമ്മുടെ വഞ്ചിയുടെ ദിശ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ദേ ഇത് നമ്മൾ ഇവിടെ വെച്ചിട്ട് നട്ട് ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ദേ ഇതിട്ട് നേരെ നമ്മൾ ടൈറ്റ് ആക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ദേ നമ്മളുടെ ബാക്കിൽ വളയ്ക്കാനുള്ള സെറ്റപ്പ് റെഡിയാക്കി. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ വളയ്ക്കാനുള്ള പരിപാടി നോക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റാത്ത കാരണം നമ്മൾ ഫ്രണ്ടിൽ വെക്കുന്ന ഹാൻഡിലുമേക്ക് ഇത് കണക്ഷൻ കൊടുക്കും. അതെങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ ഇനി ഹാൻഡിൽ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇതുമേക്കാണ് നമ്മുടെ ത്രോട്ടിലും അതുപോലെ തന്നെ നമ്മുടെ കൺട്രോളിങ് ബാക്കിലത്തെ റഡർ കൺട്രോളിങ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഹാൻഡിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇതുപോലെ തന്നെ ത്രോട്ടിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ ഇതെടുത്ത് നേരെ നമ്മളിത് ഇവിടെ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഈ കാണുന്ന കമ്പിയിലേക്ക് നേരെ ഇറക്കി വെച്ചാൽ ദേ നമ്മുടെ ഹാൻഡിൽ സെറ്റ് ആയിട്ടുണ്ട്. ദേ ഇവിടെ നമ്മൾ ഒരു പട്ടയം 2 ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇത് എന്തിനാ സംഭവം എന്ന് അറിയോ? നമ്മളുടെ ബാക്കിലുള്ള റഡർ അതായത് തുഴയമേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് നമുക്ക്. നമ്മുടെ ബാറ്ററിയും അതുപോലെ കൺട്രോളറൊക്കെ അതേ വെള്ളം അധികം കയറാതിരിക്കാനായിട്ട് നമ്മളൊരു കണ്ടെയ്നറിൽ വെച്ചിട്ടാണ് ഇതിൽ കയറ്റിയിട്ട് വയറിംഗ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. അങ്ങനത്തെ നമ്മുടെ വയറിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി. നമുക്ക് ഇതേ കേസ് അടച്ചു വെക്കാട്ടാ. ഓക്കെ. അപ്പം ഇനി ഇതേ നമ്മളുടെ ചക്രം നേരെ നമ്മൾ ഷാഫ്റ്റിലേക്ക് കയറ്റി വെക്കുകയാണേ. ഒറ്റ കയറ്റല്ലോ കേട്ടോ. റെഡി 1 2 3 കയറ്റിക്കോ. എൻ്റെ കൊച്ചുകാലം മുതലുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് സാധിച്ചത്. അങ്ങനെ വെച്ചാൽ മാറിയതേ നമ്മളുടെ കുറേ നേരത്തെ പണി, ഏകദേശം ഒരു 3-4 ദിവസത്തെ പണിയാണ് ഈ കാണുന്നത്. നിങ്ങൾ കാണുമ്പോൾ വീഡിയോ കുറച്ച് നേരം ഉണ്ടാവുകയാണെങ്കിലും നല്ല പണിയെടുത്താണ് നമ്മളിത് ഇന്നത്തെ ഈ സെറ്റപ്പ് മൊത്തം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഇനി എന്തായാലും നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു യന്ത്രവൽകൃത വഞ്ചി എങ്ങനെയാണ് ഓടുന്നത് നോക്കിയാലോ. അപ്പോൾ അതേ നമ്മൾ വഞ്ചിയിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ, കന്നി ഇരുത്തുവാണ്. ഇനിയിപ്പോൾ നമ്മൾ ത്രോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവാന്ന് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? റെഡി 1 2 3 ഗോ. അടിപൊളി. ഇത് നോക്ക് മക്കളെ, നോക്കിയേ സംഭവം വർക്കിംഗ് കേട്ടോ. നോക്ക് മക്കളെ, നമ്മുടെ വഞ്ചി ഓർഡർ നോക്കി എന്ത് രസമായിട്ടാണ്. മക്കളെ, കേരളത്തിൽ നിങ്ങളൊക്കെ അടുത്തൊരു വള്ളം കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഈ വള്ളം ഇപ്പം എൻ്റെ കയ്യിലിരിക്കുകയാണ്, വേറെ ആരുടെ കയ്യിലുമില്ല. സംഭവം നോക്കിയാൽ സെറ്റിട്ടാ. നമ്മൾ ഉണ്ടാക്കിയ മുതൽ ചില സാധനങ്ങളെ ഇങ്ങനെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാറുള്ളൂ, ചിലതൊക്കെ പാളിപ്പോവാറുണ്ട്. പക്ഷെ ഈ സാധനം പൊള്ളിയിട്ടാ. നോക്കി എന്തോരം നേരെയെന്ന് പറയാം നമ്മളിത് ഓടിച്ചിട്ട് നടക്കണ്. എന്ത് രസമായിട്ടാ നോക്കി. ഇത് കണ്ട കറക്കുമ്പോൾ ഫോൺ അത്യാവശ്യം സ്പീഡുണ്ട്. ഫുൾ സ്പീഡ് നമ്മൾ എടുത്തിട്ടില്ല കേട്ടാ. സംഭവം വെള്ളോട്ടൊക്കെ ചെന്ന് ഇടിച്ചാലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫുൾ സ്പീഡ് എടുക്കാനുള്ള. നോക്കിയേ നമ്മുടെ ബോട്ടിന് വേറെ പ്രത്യേകം എന്താണെന്നറിയോ? ഇതിന് റിവേഴ്സ് ഗിയർ ഉണ്ട്. നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വഞ്ചി പുറകോട്ട് പോകും. മുന്നോട്ട് പോകുന്ന അതേ സ്പീഡിൽ തന്നെ നമുക്ക് പുറകിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ വെള്ളം തെറിക്കും. അതുകൊണ്ട് നമ്മൾ പയ്യെ പോവാണേ കേട്ടാ. റിവേഴ്സ് ഗിയറിലും നമ്മളുടെ വഞ്ചി ഓടിക്കാൻ പറ്റും മക്കളെ. നമുക്കൊന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് നോക്കിയാലോ നമ്മുടെ വഞ്ചി.
മക്കളെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വപ്ന സാക്ഷാത്കാരം ഉണ്ട്. സ്വപ്ന സാക്ഷാത്കാരം. കാരണം ചെറുപ്പം തുടങ്ങി നമുക്കുണ്ട് ഒരു ആഗ്രഹം നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം അത് വേറെ ലെവലാണ്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. ഇന്നത്തെ ദിവസം ഞാൻ ഉറങ്ങൂല കേട്ടോ. ഇതിൻ്റെ സന്തോഷത്തിൻ്റെ പുറത്ത് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കും. ഇന്ന് നമ്മളത് ഉണ്ടാക്കിയില്ല, നല്ല രസമായിട്ട് ഓടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ചിലപ്പോൾ ഇതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. ചില ദിവസങ്ങളിൽ മാത്രമേ അങ്ങനത്തെ ഭാഗ്യം കിട്ടാറുള്ളൂ. ഇത് പക്ഷേ അങ്ങനത്തെ ഒരു ദിവസമാണ്. സംഭവം ഓർഡർ നോക്കിയ പുലിക്കുട്ടി പോലെ. അങ്ങനെ നമ്മളുടെ വഞ്ചിയിൽ ഇപ്പോൾ ഒരാൾ കൂടി കയറിയിട്ടുണ്ട്. ആരാണ്? ഞാനാണ്. ഞാൻ അപ്പൊ പ്രവീണെ കൊണ്ട് പോകണ്ടോ നമ്മള്? എങ്ങനെ പ്രവീണെ പോണ്ടേ? എടാ നമുക്കിത് അവിടേക്ക് പോവാ. ഇത് വളക്കട അതേ തട്ടുവിടാ. അങ്ങനെ നമ്മളുടെ വഞ്ചി സക്സസ് ആയി സെലിബ്രേഷൻ. നമ്മൾ മാക്സിമം ലോഡ് വഞ്ചിയിൽ കയറ്റി ഒരു ട്രിപ്പ് അടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പിള്ളേർ നല്ല ഹാപ്പി ആവട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയാണ്. നമ്മുടെ വഞ്ചി കയറി അങ്ങനെ പോകുമ്പോൾ ഉള്ളൊരു ഫീൽ എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ്. അത് പോയാൽ തന്നെ അറിയുള്ളൂ ഇതിൽ. അപ്പോൾ നമ്മളിങ്ങനെ വഞ്ചി ഓടിച്ച് ചെന്നപ്പോൾ സ്കൂൾ വിട്ട ടൈമായിരുന്നു. സ്കൂളിലെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിലെ മച്ചന്മാർക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മളുടെ ഈ ഒരു വഞ്ചി ഇങ്ങനെ പോണ കണ്ടപ്പോൾ. അപ്പോൾ അവർ ഹാപ്പി, നമ്മൾ ഹാപ്പി. സംഭവം എന്തായാലും ഭയങ്കര അടിപൊളിയായിട്ടുണ്ടേ. അങ്ങനെ നമ്മുടെ പ്രവീൺ മച്ചാൻ നയിച്ചുകൊണ്ടിരിക്കുന്ന വാഹനജാഥയുടെ മുന്നിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഒടിഞ്ഞ് വളച്ച തിരിച്ചോ? അത്ര ഓട്ടം എടുത്തോ? അങ്ങനെ വളയില്ല, ഓടിച്ചോണ്ടിരിക്കുമ്പോ തിരിക്കണോ? അതോ പുല്ല് മേഖലയൊക്കെ സിമ്പിൾ ആയിട്ട് കയറി പോരും. നീ കൈ കൊടുത്തോ? കണ്ടാ മോളി കൂടെയൊക്കെ കയറി വരും. ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര കൂടുതലുള്ള വണ്ടിയാണ് നമ്മുടെ ക്യാമറ. കുട്ടിക്കാരന് വഴി കാണാൻ പറ്റുന്നുണ്ടോ? നമ്മള് കരക്കിൽ ആറ്റ് ചെയ്യാൻ പോവാണ്. സംഭവം റിവേഴ്സൊക്കെ വെച്ചേക്കണോണ്ട് പാർക്ക് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇടയിലൊക്കെ ഇങ്ങനെ കയറ്റി പാർക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യാനൊക്കെ പറ്റും. സംഭവത്തിൻ്റെ മെക്കാനിസം നോക്കി എന്ത് രസമാണ് സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഇത് നമ്മളെ പാർക്കിംഗ് യാർഡിലേക്ക് കയറ്റാനുള്ള പരിപാടിയാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വഞ്ചി നമ്മൾ പാർക്ക് ചെയ്യാൻ പോകുന്നത്.
അങ്ങനെ മച്ചാന്മാരെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണമെന്ന് ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തത്. കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പണ്ടത്തെ ഒരു ആഗ്രഹത്തിന് ഇന്ന് ഞാനത് പുറത്ത് കൊണ്ടുവന്ന്, അതായത് റിസ്ക് എടുത്ത് തന്നെ അത് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്ന് അതിനെ ഒരു റിസൾട്ടാക്കി മാറ്റി എന്നുള്ളൊരു സന്തോഷം ഉള്ളിലുണ്ട്. അതായത് നമ്മളുടെ ഉള്ളിൽ കുറേ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യാതെ ഇരിക്കുന്നിടത്തോളം അത് ഒരു ആഗ്രഹം മാത്രമാണ്. നമ്മൾ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ്, ഒരു ഫസ്റ്റ് സ്റ്റെപ്പെങ്കിലും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് കംപ്ലീറ്റ് ആക്കാണ്ട് ഉറങ്ങാൻ പറ്റൂല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഉള്ളിൽ ഇതുപോലത്തെ എന്താ പറയുക സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് നോക്ക്, എന്തായാലും നമുക്കതിൽ സക്സസ് ആവാനായിട്ട് പറ്റും. എന്താ പറയുക, ഒറ്റയടിക്ക് അത് സക്സസ് ആവില്ല. ഇപ്പോൾ തന്നെ നമ്മളുടെ ഈ ഒരു വഞ്ചി നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് കംപ്ലൈൻറ്റുകൾ കാര്യങ്ങൾ അതിൽ വന്നായിരുന്നു. അതായത് ചെയ്യുമ്പോൾ പല മിസ്റ്റേക്കുകളും നമുക്ക് വരും, പല പാർട്സുകളും മാറ്റേണ്ടി വരും, പല സാധനങ്ങൾ കത്തിപ്പോവും, അങ്ങനെ പലതും ഉണ്ടാവും. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു ആഗ്രഹത്തിൽ അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത്രയും ആധികാരികമായി ഞാൻ പറയാൻ ആളല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാന്മാരെ ഇതിൽ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിൽ ക്യാമറ മച്ചൻ പ്രയോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.